ആയുധങ്ങളുടെ ഗുണനിലവാരം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. അസർബൈജാൻ വാങ്ങിയ ആയുധങ്ങൾക്കാകട്ടെ പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ അസർബൈജാൻ മാത്രമല്ല, പാകിസ്ഥാനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തുർക്കി പോലുള്ള രാജ്യങ്ങളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തുരുമ്പെടുത്ത ആയുധങ്ങളാണ് ഇപ്പോൾ ഇവയ്ക്ക് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ തെറ്റായ ദൂരപരിധി എന്നീ പ്രശ്നങ്ങൾ അലയടിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. ഷെല്ലുകൾക്ക് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പരിധിയുടെ 40 മുതൽ 60% മാത്രമാണുള്ളത്. ഇതോടെ ഇനി എന്ത് വിശ്വസിച്ചാണ് പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുക എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ ഗുണനിലവാരം ഇന്ത്യയേക്കാൾ അറിയുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകില്ല. കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്കെതിരെ തൊടുത്തുവിട്ട റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും അടക്കം വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമാക്കാൻ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇതോടുകൂടി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ആ രീതിയിലേക്കുള്ള പാകിസ്ഥാന്റെ ആയുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ വാർത്തയായി മാറിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും അസർബൈജാൻ വാങ്ങിയ ആയുധങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ വിതരണം ചെയ്ത വെടിക്കോപ്പുകളും പീരങ്കികളും ഷെല്ലുകളും ആകട്ടെ അത് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നതായിരുന്നു കണ്ടെത്തിയത്. അസർബൈജാനും അയൽ രാജ്യമായ അർമേനിയയും തമ്മിൽ വർഷങ്ങളായി തന്നെ സംഘർഷം നിലനിൽക്കുന്ന രാജ്യമാണ്. ആയുധങ്ങൾക്കായി തന്നെ തുർക്കിയെയും അടുത്ത സഖ്യകക്ഷിയായി തന്നെ പാകിസ്ഥാനെയുമാണ് ഇവർ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അസർബൈജാന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നതും. അതായത് വലിയ രീതിയിൽ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. എന്നാൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു. പാകിസ്ഥാൻ ആയുധങ്ങൾ കൊണ്ട് പണി കിട്ടിയ ആദ്യ രാജ്യമായിരുന്നില്ല അസർബൈജാൻ. നേരത്തെ തന്നെ പാകിസ്ഥാനിൽ ആയുധങ്ങൾ വാങ്ങിയതിൽ യുക്രൈൻ ആകട്ടെ വലിയ രീതിയിലുള്ള ഖേദം പ്രകടിപ്പിച്ചിരുന്നു. റഷ്യൻ ആക്രമണത്തിനിടയിൽ യുക്രൈനിൽ സൈന്യം ആകട്ടെ M777 എന്ന ഒരു പീരങ്കിക്കായി തന്നെ പാകിസ്ഥാനിൽ നിർമ്മിച്ച പീരങ്കിയാണിത്. ഇത് 155 mm ഷെല്ലുകൾ അതായത് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ നിന്നും വാങ്ങിയിരുന്നു. ഈ ഷെല്ലുകൾ അകാലത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചതായും പീരങ്കികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഒരു കാലത്ത് സൗദിയും ആയുധങ്ങൾക്കായി തന്നെ പാകിസ്ഥാനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്നാകട്ടെ സൗദി കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബന്ധം വഷളാകുന്നതിനിടയിൽ തന്നെ വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകി സഹായിച്ചത് തുർക്കിയായിരുന്നു. കാരണം തുർക്കിയുടെ വിമാനങ്ങളാകട്ടെ പാകിസ്ഥാനിലേക്ക് അന്ന് നിമിഷ നേരം കൊണ്ടാണ് പറന്നെത്തിയതും. തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് C-130 ചരക്ക് വിമാനമാണ് അന്ന് പാകിസ്ഥാനിലേക്ക് പറന്നുയർന്നതും. പടക്കോപ്പുകൾ, ആയുധങ്ങൾ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ എല്ലാം തന്നെ പാകിസ്ഥാനിൽ എത്തിച്ചതും വലിയ സന്നാഹത്തോടു കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ആയുധങ്ങൾക്ക് അവിടെ വിപണി ഇടിയുകയും അസർബൈജാൻ, തുർക്കി പോലുള്ള രാജ്യങ്ങളാകട്ടെ കൂടുതലായി തന്നെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയുമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ ആയുധങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലായിരുന്നു അന്ന് വിമാനം പറന്നിറങ്ങിയത്. അതുപോലെ പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തുർക്കിയുടെ ബേഖത്തർ ഡ്രോണുകളാകട്ടെ പാകിസ്ഥാൻ സൈന്യം കാര്യമായി തന്നെ ഉപയോഗിച്ചതായും അന്ന് വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ വീണ്ടും ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള നാണക്കേടുകൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.